ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പത്മക്ക് വാശിയാവണം കേട്ടോ. തൻ്റെ മക്കളെ ഭക്ഷണം കഴിക്കാൻ മണി സമ്മതിച്ചില്ലെന്നുള്ള ആ സത്യം തിരിച്ചറിയാൻ കേട്ടോ. അവന് ഒരുതരം ബാധ ബാധിച്ചതുപോലെ അവൻ ഇവിടെ നിന്ന് കിടന്ന് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു. അമ്മേ വിശന്നിട്ട് നിൽക്കാമേ, എന്ത് ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്നതിനോട് കൂടി പത്മക്ക് വളരെ ദേഷ്യം തോന്നുന്നു കേട്ടോ. ആഹാ, എൻ്റെ കുഞ്ഞുങ്ങളോട് അത്ര ധൈര്യമോ ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്നിങ്ങനെ ചിന്തിച്ച് പത്മ തൻ്റെ മക്കൾക്കുള്ള ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഇതേ സമയം സൂര്യയോട് മണിയെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. സൂര്യ വരുന്ന സമയത്ത് ടേബിളിൽ മണി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണുന്നതിനോടുകൂടി എന്താ ഇവിടെ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, സാറേ ഇവിടെ ഇവർ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ സമയം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയാണ്, എൻ്റെ ദേഹത്ത് ബാധ ബാധിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഞാനൊരു വാളെടുത്ത് തുള്ളുന്നത് പോലെ തുള്ളി ആ ഭക്ഷണ സാധനങ്ങളൊക്കെ തെറിപ്പിച്ചത് സാറ് കണ്ടോ? അവർ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഞാൻ ചെയ്ത വേലത്തരമാണ്. അപ്പോൾ എന്താ നീ പറയുന്നത്? അതെ, നന്ദിനി കുഞ്ഞിന് ഇവിടെ ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഇറച്ചിമീനും കഴിച്ച് ഇവിടെ ആ കുഞ്ഞിൻ്റെ അസുഖം കൂട്ടാനുള്ള ആ ഒരു പരിപാടിയാണ് അവർ ചെയ്തത് എന്നൊക്കെ പറയാനിട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയണം, നല്ലത്, നീ നല്ല കാര്യം ചെയ്തു, എന്തായാലും രാജുവിനെയൊക്കെ മിടുക്കൻ തന്നെ നീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയുടെ അരികിലോട്ട് പോവാണ്. അപ്പോൾ ആരതിയാണെങ്കിൽ ഇതെല്ലാം നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ നന്ദിനിയോട് പറയാണ്, അയ്യോ, ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രവൃത്തി എവിടെയും കണ്ടിട്ടില്ല. രാജുവേട്ടനെയും പോലെ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായി. പക്ഷെ മണിയാൾ ഉഷാറാണ്. അവനെ അവിടെ ബർഗറും ഷവർമയൊക്കെ അവർ കൂടുന്ന് കഴിക്കുന്നത് തട്ടിത്തെറിപ്പിച്ചെന്ന് നന്ദിനിയോട് പറയണ്ട. അപ്പം നന്ദിനി പറയണേ, എന്തായി പറയുന്നത്? അതെ, ഇനി കുറച്ച് ദിവസത്തെ പരിചയമാണെങ്കിലും ഇവർക്ക് നല്ല സ്നേഹമുണ്ട് അയാൾക്ക് നിന്നോട്, അതുകൊണ്ടാണ് നന്ദിനി ആ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയേണ്ടപ്പോൾ നന്ദിനി പറയണം, വേണ്ടായിരുന്നു ആ പാവത്തിനോട് ഇനിയിപ്പോൾ പത്മാമ്മയുടെ വെറുപ്പ് കാണിക്കും എൻ്റെ പേരിൽ വേണ്ട. എന്താ ഈ പറയുന്നത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇതൊന്നും കൊണ്ടുവരരുതെന്ന് അറിയുന്ന കാര്യമല്ലേ, എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സൂര്യയോട് ആരതി ഇതൊക്കെ പറയുമ്പോൾ സൂര്യ പറയണം, ഞാനിതെല്ലാം അറിഞ്ഞു. അവർ ഈ വീട്ടിൽ ഇറച്ചി മീനും കഴിക്കാൻ നന്ദിനിയുടെ അസുഖം കൂടുതലാക്കി അവളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരുടെയും കണ്ണുണ്ടായിക്കോട്ടെ എന്നൊക്കെ പറയണം. ഇനി ഇവിടെ ഒരു വിലത്തരം നടക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് പത്മ കയറി വരുന്നത് കേട്ടോ. പത്മയാണെങ്കിൽ തൻ്റെ മക്കളെ ഇന്ദ്രജയും വേദയും വിജയൊക്കെ വിളിക്കാൻ കേട്ടോ. വാഴോ താഴോട്ട്, എന്താ ഉണ്ട്, കാര്യമുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മണി, നീ എവിടെയെന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവന് വരികയാണ്. ഇവിടുത്തെ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ വേലക്കാരൻ അല്ലേ, നിൻ്റെ ദേഹത്ത് എന്തോ കയറിയെന്നാ, എന്തൊക്കെ അറിയില്ല മാം, ഞാൻ കിച്ചണിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത്. അപ്പോഴേക്കും ഇന്ദ്രജയും വേദയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. ഇവൻ ഞങ്ങൾ ബർഗർ കഴിക്കാൻ പോലും സമ്മതിച്ചില്ല, അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അയ്യോ, എനിക്കൊന്നും ഓർമ്മയില്ല മാഡം, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കിച്ചണിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയത്, അങ്ങനെ എന്തിനോ പോയതാണ്. അവിടെ നിന്ന് എൻ്റെ ദേഹം ഒരു വിറയൽ പോലെ തോന്നി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ സൂര്യ സാർ പറഞ്ഞപ്പോഴാണ് ഈ ടേബിളിൽ നിന്ന് എണീച്ചത്. ഞാൻ എന്തിനും ചെയ്ത മാഡം. ഇവിടെയൊക്കെ എന്താണോ താൻ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരുമാതിരി അഭിനയിക്കേണ്ട. അപ്പോൾ ഉടൻ തന്നെ വേദ പറയണേ, ഇത് മനഃപൂർവ്വം ഇയാൾ ചെയ്തതാണ്. ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓർഡറുമായിട്ട് ഡെലിവറി ബോയ് വന്നപ്പോൾ അയാളോട് പറഞ്ഞത് ഞാൻ കേട്ടാന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഈ സമയം പത്മ പറയും, ശരി ശരി, ഇനി ഇതിൻ്റെ പേരിൽ ഇവനോട് തല്ലിടാനൊന്നും നിൽക്കണ്ട, എന്തായാലും എൻ്റെ ഡിക്കിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അത് പോയി നീ എടുത്തിട്ട് വാ എന്ന് പറയട്ടോ. ആയിക്കോട്ടെ മേഡം എന്ന് പറയണേ. അങ്ങനെ ഇവിടെ ഇന്ദ്രജയും വേദയും പറയണം, എൻ്റെ അമ്മയെ ഞങ്ങളാകെ പേടിച്ച്, അവൻ്റെ പ്രവൃത്തി കണ്ട് അവൻ്റെ മേത്ത് എന്തോ കയറിയതുപോലെ അവന് വാളെടുത്ത് ഒരുമാതിരി ഭ്രാന്തൻ തുള്ളുന്ന ഭദ്രവാളി തുള്ളുന്നത് പോലെ അവൻ കിടന്ന് തുള്ളിയിരുന്നത് അവനെ കണ്ട ഒരുതരം പേടിയാവുന്ന രൂപമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ശരി ശരി, ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ. അപ്പോഴാണ് രാജു, മാഡം ഇത് മണി മാഡം ഇത് എവിടെ വെക്കേണ്ടത്? ഇതാ ഇവിടെ വെച്ചാൽ മതി എന്ന് പറയും. ശരി ശരി, എന്നാൽ ഇങ്ങോട്ടേക്ക് വെക്ക്, ടേബിളിൽ വെക്ക്. ഇനി കുറച്ച് പ്ലേറ്റ് എടുത്ത് കൊടുത്താൽ. എന്തിനാ മാഡം? താൻ എന്താടോ എൻ്റെ വീട്ടിൽ ഞാൻ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവരാൻ എന്തിനാണെന്ന്? അല്ല മാഡം, എന്താണെന്ന് നിന്നോട് പറഞ്ഞ പണി അങ്ങ് കേട്ടാൽ മതി. അപ്പോഴേക്കും ഇന്ദ്രജ, അപ്പോൾ പത്മ പറയുന്നത് ശരിയാണ്, എൻ്റെ മക്കൾ പറഞ്ഞ പണിയുണ്ട്, നീ കേട്ടാൽ മതി, വല്ലാതെ കിടന്ന് ഇങ്ങനെ ചിലക്കണ്ട എന്ന് പറയുന്നുണ്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തനിക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ നന്നായി പ്ലേറ്റൊക്കെ കഴുകി ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കാൻ പറയാണ്. എന്നിട്ട് ഈ പൊതി നീ തുറക്കുക എന്ന് പത്മ ആവശ്യപ്പെടണം. അപ്പോൾ ഇങ്ങനെ, എന്താ മേഡം ഈ പൊതിക്കുള്ളിൽ? തന്നോട് ഞാൻ പറഞ്ഞു ചോദ്യവും പറച്ചിലും തനിക്ക് വേണ്ടെന്ന്, പിന്നെ താൻ എന്നെ ചോദിക്കാനോ പറയാനോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കണം കേട്ടോ.
അങ്ങനെ ആ പൊതി തുറക്കുകയാണ്. എന്നിട്ട് പറയട്ടെ ഞങ്ങളുടെ പ്ലേറ്റിലോട്ട് ഓരോന്നോരോന്നായി ഇതെടുത്ത് വെക്കുക. അപ്പോഴേക്കും വേദ പറയണേ അത് വേണ്ട അമ്മ, ഇത് നല്ല സ്മെല്ലുണ്ട്, ഇത് ബിരിയാണി അല്ലേ, അത് വേണ്ട. അത് കേൾക്കുന്ന മണി അയ്യോ എന്താണ് തൻ്റെ വായിൽ നിന്ന് അയ്യോ എന്ന്, എന്തിനാണ് താൻ ഇവിടെ നിൽക്കുന്നത്, അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ വീട്ടിൽ ആർക്കാ ബാധ കയറുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. ഇത് ചിക്കൻ ബിരിയാണി പോരാത്തതിന് മട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ചില്ലിയുണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എല്ലാം എടുത്ത് കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഭക്ഷണങ്ങളെല്ലാം എടുത്ത് ഇവർ കഴിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന മണിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെ മണിയാണെങ്കിലോ ഈശ്വര ഇനി എന്താ ഞാൻ ചെയ്യുക, ഈ സത്യങ്ങൾ ഇവരോട് ചെന്ന് പറയണമല്ലോ. അങ്ങനെ മണി പറയാണ് ഞാനിതാ പോട്ടെ, ടെറസിൽ കുറച്ച് ഡ്രസ്സ് എടുക്കുന്നുണ്ട്, അത് എടുക്കാൻ പോട്ടെ എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രിച്ച് പറയണത് സൂര്യനോട് പറയാൻ പോയിക്കുകയാണ് അവൻ, വെറുതെ ഒന്നല്ല. അപ്പോൾ പത്മ പറയണത് നിങ്ങൾ കഴിച്ചോ, ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ഞാനൊന്ന് കാണട്ടെ. അവനോട് പറഞ്ഞാൽ നമുക്കെന്താ, നമ്മളുടെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്, മറ്റുള്ളവരുടെ വീട്ടിലൊന്നും പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. പിന്നെന്താ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയട്ടോ. പിന്നീട് മണിയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെല്ലാണ്. അങ്ങനെ സൂര്യസാർ എന്ന് പറഞ്ഞ് വിളിക്കണേ. എന്താടാ, അതേ താഴെ എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. അത് കേൾക്കുന്നതിനോടുകൂടി എന്താ താൻ പറയുന്നത്, അതെ എല്ലാവരും പാർസൽ വാങ്ങിക്കൊടുത്തു, ഇവിടുത്തെ മേഡല്ലേ ആ മേഡം പാർസൽ സൂര്യസാറിൻ്റെ അമ്മ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിക്കുകയാണെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യൻ മുമ്പും പിന്നെ നോക്കില്ല, താഴോട്ട് പോവാണ്. അപ്പോഴേക്കും നന്ദിനി സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴോട്ട് വരുമ്പോഴേക്കും ഉടൻ തന്നെ പത്മയുടെ നേർക്ക് അങ്ങ് ഒച്ചയെടുക്കുക, നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ വായിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തേ കാണിക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുക കണ്ടറിയില്ലേ എന്ന് ഇന്ദ്രജ് പറയണം. മിണ്ടിപ്പോയത്, ഈ വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കുക, ഇത് എൻ്റെ വീടാണ്, ഞാൻ ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തടയാൻ കഴിയില്ല, ഇത് ഞാൻ കഴിക്കും, ഇത് ഇവിടെ വെച്ചുണ്ടാക്കിയതൊന്നല്ല, ഞാൻ വരുത്തിച്ച് കഴിച്ചതാണ്, ഇത് കഴിക്കട്ടെ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ നിങ്ങൾ എന്താ കാണിക്കുന്നത്, ദേ നിങ്ങളുടെ മകനോട് പറഞ്ഞേക്കെ ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുത്തിയാലുണ്ടല്ലോ. അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യം പിടിക്കണം. അങ്ങനെ അവർ ആ ഭക്ഷണങ്ങൾ ഉരുളകളായിരുന്ന് കഴിക്കുന്ന സമയത്ത് നന്ദിനിക്ക് അയ്യോ എനിക്ക് സഹിക്കുന്നില്ലേ, എനിക്ക് ചുട്ട് കത്തുന്നേ, എൻ്റെ ദേഹം ആകെ വേദനിക്കുന്നേ, എനിക്ക് വിറയിൽ വരുന്നേ, എനിക്ക് പൊള്ളുന്നേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ അലറുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിൽ ഇവരുടെ അടുത്ത് പ്രതികരിക്കാൻ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. തനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല, താനാകെ ടെൻഷനാവാണ്. നന്ദിനിയുടെ കരച്ചിൽ കേട്ട് ആരതി സൂര്യ ഏട്ടാ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അലറി വിളിക്കാൻ. അപ്പോഴേക്കും പത്മയോട് ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ എന്തിനാണ് ഇനി ഈ പാപം ചെയ്യുന്ന, ആ കൊച്ചിന് അസുഖം കൂടിയിരിക്കുന്നത്, ഇറച്ചിയും മീനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറ്റാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ, എന്തിനാ പത്മ നീ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഇതെൻ്റെ വീടാണ്, അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോകാൻ അവളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ, അവളെ കൊണ്ടുപോകാൻ തന്നെ എൻ്റെ തെറ്റാണ്, മക്കൾ കഴിച്ചോ, അവളുടെ ഒന്നും വിഷയമാക്കണ്ട. അപ്പോഴേക്കും നന്ദിനി കരയാണ് കേട്ടോ. എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് വേദന സഹിക്കുന്നില്ല, എനിക്ക് ദേഹം ഒട്ടകലം വേദന വരുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും ആരതി പറയണേ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ സൂര്യയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ. ഇതേ സമയം മണിയാണെങ്കിലും ആരതിയോട് വന്നിട്ട് പറയണം അവർ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഇറച്ചി മത്സ്യമാംസങ്ങൾ വീട്ടിലോട്ട് കയറ്റിയതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ അറിയാം എന്ത് ചെയ്യാനാണ്, ആ പാവം കൊച്ചിൻ്റെ വിധി അല്ലാതെ ഇനി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, ഇനിയും വീട്ടിൽ ഇനിയും ഇതുണ്ടാവും. അപ്പോഴേക്കും യതീന്ദ്രനെ ഓടിയെത്താണ് കേട്ടോ. മോളെ എന്ത് പറ്റി, അയ്യോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കിട്ടുകിട്ടുന്ന് തന്നെ വിറക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡബിൾ കായ് നന്ദിനിയുടെ ദേഹത്ത് ആകെ പൊളയം പോലെ പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നന്ദിനി ഇനി മരണത്തിലോട്ട് പോകൊണ്ടിരിക്കുകയാണ്. നന്ദിനിക്ക് അസുഖം കൂടി വരികയാണ്. ഡോക്ടർ പറയുകയാണ് ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.